ഈ മഴക്കാലത്തിന് മുമ്പെങ്കിലും പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളോടൊപ്പം സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരിടം വേണമെന്ന ആഗ്രഹത്തിലാണ് വിലങ്ങന്നൂർ സ്വദേശിനി സുനി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതു സമയത്തും നിലംപൊത്താവുന്ന വീട്ടിലാണ് തെക്കേപ്പായ്ക്കണ്ടം പാട്ടമ്പലത്ത് വീട്ടിൽ ജോളി അലക്സ് എന്ന സുനിയും 3 മക്കളും ഇപ്പോൾ കഴിയുന്നത്. പ്രായമായ അമ്മയും ഇവർക്കൊപ്പമുണ്ട്. എൻ്റെ പേര് സുനി. ഞാൻ വിലങ്ങന്നൂർ റേഷൻ കടയിൽ ജോലി ചെയ്യാണ്. ഞാൻ താമസിക്കുന്ന വീടാണിത്. എനിക്ക് 3 മക്കളുണ്ട്. അത് എൻ്റെ വീടല്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് അത് എല്ലാം ഈ മഴയ്ക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ യോഗ്യമല്ല ഈ വീട്. പിന്നെ അത് എനിക്കുള്ള വീടുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പേരിൽ ഒരു 5.5 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ എനിക്ക് എൻ്റെ മക്കൾക്കും കയറി കിടക്കാനൊരു സംവിധാനം, ഒരു ചെറിയ വീട് വേണം. അതാണ് എൻ്റെ ആഗ്രഹം. മണ്ണിഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള വീടിൻ്റെ ഭിത്തികളും മേൽക്കൂരയും തകർച്ചയുടെ വക്കിലാണ്. ഒരു മഴക്കാലത്തെ കൂടി അതിജീവിക്കാൻ ഈ വീടിന് കഴിയില്ല. അതുകൊണ്ട് തനിക്ക് സ്വന്തമായുള്ള ഒരു തുണ്ടു ഭൂമിയിൽ ചെറുതെങ്കിലും സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു കിട്ടാൻ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണ്. മുഴുവൻ ചെതൽ കയറി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴായിരിക്കുകയാണ്. അടുക്കള എടുത്ത ഭിത്തിയൊക്കെ നമ്മൾ അത് നനയ്ക്കാൽ അനങ്ങുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ കാറ്റും മഴയൊക്കെ വരുമ്പോഴേ ഞാനും എൻ്റെ മക്കളും മിക്ക സമയത്തും പുറത്തിറങ്ങിയിരിക്കും, ഈ വീട്ടിനകത്ത് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഭർത്താവ് അലക്സ് 8 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെ കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. ഒരു റേഷൻ കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് സുനി ഇപ്പോൾ കുടുംബം പോറ്റുന്നതും മക്കളെ പഠിപ്പിക്കുന്നതും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ പുതിയ വീട് നിർമ്മിക്കാനോ ഉള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ല. മാത്രമല്ല, നിലവിൽ ഇവർ താമസിക്കുന്ന വീട് മറ്റൊരാളുടെ പേരിലുമാണ്. ഞാൻ പലയിടത്തും അപേക്ഷ കൊടുത്തതാണ്. പലരോടും ഞാൻ ഈ കാര്യം പറഞ്ഞ് പല വാതിലുകളിലും ഞാൻ മുട്ടിയതാണ്. പക്ഷെങ്കിൽ അതാദ്യമേ തന്നെ അതെല്ലാം പലരും വെച്ച് തരാമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നവരുമാണ്. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. വീടിന് മതിയായ രേഖകളോ പ്രമാണങ്ങളോ ഇല്ലാത്തതിനാൽ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട സ്ഥിതി വന്നാൽ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് സ്വന്തമായുള്ള ഭൂമിയിൽ ഒരു വീട് വേണമെന്ന് സുനി ആഗ്രഹിക്കുന്നത്. അപേക്ഷകൾ പലയിടത്തും നൽകിയിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. സാങ്കേതിക തടസ്സങ്ങളിൽപ്പെട്ട് വലയുകയാണ് അവർ. അതുകൊണ്ട് സ്വന്തമായൊരു വീട് എന്ന ഈ കുടുംബത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സുമനസ്സുകളായ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ മുൻകൈയെടുക്കണം.